ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയത് 2006 ഡീലിന്റെ തുടർച്ചയാണെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ. ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാർ കാലുവാരി എന്നതിന്റെ തെളിവാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതെന്നും അന്നത്തെ ഡീൽ എന്താണെന്ന് ഇതോടെ തെളിഞ്ഞുവെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. കൊട്ടാരക്കരയിൽ ബാലഗോപാലിനെ ജനം സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ്സുകാർ എന്നെ കാലുവാരിയതുകൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് R ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാലുവാരി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഐഷ പോറ്റി ഇറങ്ങുന്നതിന് മുമ്പേ കോൺഗ്രസിൽ കയറിയത്. ഒരാൾ ഇറങ്ങിയിട്ട് ഒരു വഴിയമ്പലം ഒന്ന് തങ്ങിയിട്ട് കയറണമല്ലോ, അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയെന്ന് പോലും പറയാതെ രാജിവെച്ചു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാതെ തന്നെ കോൺഗ്രസിൽ ചേരുക എന്ന് പറയുന്നത് അന്നത്തെ ഡീൽ എന്തായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു. കാലം ഇത് കാവ്യനീതിയാണ്, കാലം സത്യങ്ങൾ തെളിയിക്കും. അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ശ്രീ R ബാലകൃഷ്ണപിള്ള പറഞ്ഞു, എന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി കൂടെ നിന്നു, അങ്ങനെ എന്നെ തോൽപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ കാര്യം നടന്നു. പക്ഷെ അന്നത്തെ അന്തർധാര ഇപ്പോൾ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. KV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ ഐഷ പോറ്റിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് KV ഗണേഷ് കുമാർ. ഇതിൽ ഗണേഷ് കുമാർ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ ഐഷ പോറ്റിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതാണ്. അതായത് സ്മൃതി, 2006 ബാലകൃഷ്ണപിള്ള പരാജയപ്പെടുകയും ഐഷ പോറ്റി വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ ബാലകൃഷ്ണപിള്ള തന്നെ വലിയ വിവാദ പരാമർശം നടത്തി. കോൺഗ്രസ്സുകാർ കാലുവാരിയതുകൊണ്ടാണ് താൻ മണ്ഡലത്തിൽ അന്ന് പരാജയപ്പെട്ടതെന്നായിരുന്നു അന്ന് ബാലകൃഷ്ണപിള്ളയുടെ പരാമർശം. അന്ന് ഒരു കോൺഗ്രസും ഐഷ പോറ്റിയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീലിന്റെ തുടർച്ചയാണ് ഇന്ന് ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയെന്നാണ് KV ഗണേഷ് കുമാർ പറയുന്നത്. അതായത് അന്ന് അച്ഛനെ ചതിക്കാൻ അല്ലെങ്കിൽ അച്ഛനെ പരാജയപ്പെടുത്താൻ ഉണ്ടായിരുന്ന ഡീലിന്റെ ഭാഗമായാണ് ഐഷ പോറ്റി CPM-ൽ നിന്ന് രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിൽ ഇന്ന് 2026 കയറിയതെന്നാണ് KV ഗണേഷ് കുമാർ പറയുന്നത്. അതൊരു അന്തർധാരയുണ്ടായിരുന്നു. അന്തർധാരയുടെ തുടർച്ചയാണ്. ആ ഡീൽ എന്താണെന്ന് ഐഷ പോറ്റിയുടെ ഈ കോൺഗ്രസ് പ്രവേശനത്തോടു കൂടി തന്നെ വ്യക്തമായി എന്ന് പറഞ്ഞു വെക്കുകയാണ് മന്ത്രി KV ഗണേഷ് കുമാർ. എന്തായാലും അന്നത്തെ പരാജയത്തിൻ്റെ പരാജയ കാരണം ഈ ഒരു ഡീല എന്ന കാര്യം ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് CPM-ൽ നിന്ന് രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഐഷ പോറ്റി കോൺഗ്രസിലെത്തി. വളരെ മുമ്പ് തന്നെ കോൺഗ്രസുമായി ഐഷ പോറ്റിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുമായി ഐഷ പോറ്റിക്ക് ഒരു ഡീൽ ഉണ്ടായിരുന്നു, ഒരു ഇതുണ്ടായിരുന്നു. അത് 2006 മുതലുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഐഷ പോറ്റി എന്തായാലും കോൺഗ്രസിലെത്തിയത്. എന്തായാലും ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിക്കാനുണ്ടായിരുന്ന അന്തർധാര എന്തായാലും 2026 പുറത്തു വന്നു എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൽ KV ഗണേഷ് കുമാർ പറയുന്നതനുസരിച്ച് ബാലഗോപാൽ തന്നെ ജയിച്ചു കയറും. അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ ഉണ്ടെന്ന കാര്യവും KV ഗണേഷ് കുമാർ അടിയറ വെക്കുന്നു. എന്തായാലും വലിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ വലിയ വിവാദം ഉണ്ടാകുന്ന ഒരു പരാമർശമാണ് ഐഷ പോറ്റിക്ക് 2006 മുതൽ കോൺഗ്രസുമായി എന്നവർ CPM-ന്റെ പ്രവർത്തകയായിരുന്നു, CPM MLA ആയി ജയിച്ചത്. അപ്പോൾ വലിയ വിവാദമൊക്കെ കൊട്ടാരക്കര മണ്ഡലം കേന്ദ്രീകരിച്ചുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ് എന്തായാലും ഇപ്പോൾ KV ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. സ്മൃതി, KV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.